കടലാക്രമണം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപാക്യം. ഇപ്പോഴത്തെ കടലാക്രമണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കടലാക്രമണം രൂക്ഷമായ വലിയതുറയും കൊച്ചുതോപ്പും ആർച്ച് ബിഷപ്പ് സന്ദർശിച്ചു. കടലാക്രമണത്തെ തുടർന്ന് വ്യാപകമായ വീടുകൾ തകർന്ന വലിയതുറ മേഖലയിൽ ആർച്ച് ബിഷപ്പ് സന്ദർശനം നടത്തി. തകർന്നു കിടക്കുന്ന വീടുകളുടെ അവശിഷ്ടങ്ങളെ സാക്ഷിയാക്കി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ വേദനകൾ കണ്ണീരോടെ ബിഷപ്പിനോട് വിവരിച്ചു. വലിയതുറ, കോച്ച് തോപ്പ് മേഖലകളിൽ കടൽ തകർത്തത് 30ഓളം കെട്ടുറപ്പുള്ള വീടുകളാണ്. 80ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ഈ കുടുംബങ്ങൾ വലിയതുറ ഫിഷറീസ് ഗോഡൌൺ, ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലായാണ് അഭയാർത്ഥികളായി കഴിയുന്നത്. ഇവരുടെ അടിയന്തര ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് ആർച്ച് ബിഷപ്പ് സൂസേപാക്യം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. കടലാക്രമണ ഭീഷണി പ്രദേശങ്ങളിൽ കരിങ്കല്ലും മണൽച്ചാക്കുകളും ഇട്ട് വീടുകൾ സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.